തൃശൂർ ഏനമ്മാവ് പുഴയിൽ മുങ്ങിത്താണ് 60-കാരനെ രക്ഷിച്ച മത്സ്യത്തൊഴിലാളി യുവാവ് നാടിന്റെ അഭിമാനമായി. ഏനമാക്കൽ കെട്ടുങ്ങൽ പുതുവീട്ടിൽ റഫീഖ് ജമാലാണ് മണലൂർ സ്വദേശി രമേശിനെ അതിസാഹസികമായി രക്ഷപ്പെടുത്തിയത്. പുഴയിലേക്കുള്ള ചവിട്ടുപടികൾ ഇറങ്ങി കാൽ കഴുകുന്നതിനിടെ രമേശ് കാൽ വഴുതി പുഴയിലേക്ക് വീഴുകയായിരുന്നു. കൊല്ലം മയ്യത്തുംകരയിൽ വിദ്യാർത്ഥികളുമായി മടങ്ങുകയായിരുന്ന സ്വകാര്യ സ്കൂളിന്റെ വാഹനം അപകടത്തിൽപ്പെട്ടു. മയ്യത്തുംകര പ്ലാമൂട് ജംഗ്ഷനിലാണ് സംഭവം. സമീപത്തുണ്ടായിരുന്ന ഇലക്ട്രിക് പോസ്റ്റിൽ വാഹനം തട്ടാതെ തലനാരിടയ്ക്കാണ് രക്ഷപ്പെട്ടത്. തൃശൂർ പുന്നയൂർക്കുളം ചമ്മന്നൂരിൽ റോഡിൽ രക്തം കണ്ടത് പരിഭ്രാന്തി പരത്തി. വടക്കേക്കുന്നത്ത് റോഡിലാണ് രക്തം പരന്നു കിടക്കുന്നത്. രാവിലെ നടക്കാൻ ഇറങ്ങിയവരാണ് ആദ്യം രക്തം കണ്ടത്. ഇവർ വിവരമറിയിച്ചതിനെ തുടർന്ന് വടക്കേക്കാട് പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. രാത്രിയിൽ അസാധാരണമായ യാതൊരു ശബ്ദവും കേട്ടിരുന്നില്ലെന്ന് പ്രദേശവാസികൾ പറഞ്ഞു. അതേസമയം രക്തം കണ്ടെത്തിയ റോഡിന് സമീപം പോലീസ് നടത്തിയ പരിശോധനയിൽ അസ്വാഭാവികമായി ഒന്നും കണ്ടെത്താനായില്ല. എന്നാൽ രക്തസാമ്പിൾ ശേഖരിച്ച് കൂടുതൽ പരിശോധന നടത്തുമെന്ന് പോലീസ് അറിയിച്ചു. തൃശൂർ ചാലക്കുടി എലിഞ്ഞിപ്രയിൽ ബൈക്ക് വൈദ്യുതി പോസ്റ്റിലിടിച്ച് യുവാവ് മരിച്ചു. ചൗക്ക സ്വദേശി നിവേദാണ് മരിച്ചത്. നിവേദിനൊപ്പം ബൈക്കിൽ സഞ്ചരിച്ചിരുന്ന പാലക്കാട് സ്വദേശി രാഹുലിനെ പരിക്കുകളോടെ ചാലക്കുടിയിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. എലിഞ്ഞിപ്ര കനാൽ പാലത്തിന് സമീപം ഇന്നലെ രാത്രി 10 മണിയോടെയായിരുന്നു അപകടം. തിരുവനന്തപുരം കൊച്ചുവേളിയിലെ പ്ലാസ്റ്റിക് കമ്പനിയിലുണ്ടായ തീപിടുത്തം നിയന്ത്രണ വിധേയമാക്കി. പുലർച്ചെ 4 മണിക്കാണ് തീപിടുത്തമുണ്ടായത്. കൊച്ചുവേളി ഇൻഡസ്ട്രിയൽ ഏരിയയിലെ പവർ പാക്ക് പോളിമേഴ്സ് എന്ന കമ്പനിയിലാണ് തീപിടുത്തമുണ്ടായത്. ചാക്ക, ആറ്റിങ്ങൽ ഹൗസിംഗ് ബോർഡ് സ്റ്റേഷനുകളിൽ നിന്ന് 20ഓളം വയർ യൂണിറ്റുകൾ എത്തിയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. 3-4 മണിക്കൂറത്തെ പരിശ്രമത്തിനൊടുവിലാണ് തീ അണയ്ക്കാൻ കഴിഞ്ഞത്. കമ്പനി പൂർണ്ണമായും കത്തി നശിച്ചു. തീപിടുത്തമുണ്ടാകാനുള്ള കാരണം അധികൃതർ പരിശോധിക്കുന്നു.